നടത്തുന്ന കടൽ കാഴ്ചകളുമായി ഓപ്പൺ ഹൗസ് പ്രദർശനം. കൊച്ചി CMFRAയിലാണ് നടന്ന പ്രദർശനത്തിൽ തിമിംഗലത്തിന്റെ മാതൃക കാഴ്ചക്കാർക്ക് കൗതുകമായി. 14 മീറ്റർ നീളമുള്ള തിമിംഗലത്തിന്റെ ഫോസിലാണ് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചത്. ഭീമാകാരനായ തിമിംഗലം 14 മീറ്റർ നീളം. കൊച്ചി CMFRAയുടെ ഓപ്പൺ ഹൗസ് ഫെസ്റ്റിനെത്തിയ കാഴ്ചക്കാർ കൗതുകത്തോടെയാണ് തിമിംഗലത്തിന്റെ അസ്ഥികൂടം നോക്കി നിന്നത്. മൂന്ന് വർഷം മുന്നേ കോഴിക്കോട് തീരമടിഞ്ഞതാണ് ഈ തിമിംഗലം. ഒരു വർഷത്തിനു ശേഷം കൃത്യമായ പഠനങ്ങളിലൂടെയാണ് തിമിംഗല മാതൃക സ്ഥാപിക്കുന്നത്. ലിറ്ററേച്ചർ സർവേ ചെയ്തിട്ട് ഇത് 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. നമ്മൾ തന്നെ ബറി ചെയ്തിട്ട് ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് തന്നെ എടുക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലഷൊക്കെ ഡീകമ്പോസ് ആയിട്ട് ഏകദേശം ബോൺ എക്സ്പോസ് ആവുമെന്നാണ് ലിറ്ററേച്ചർ പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ കുഴിച്ചിട്ടത് കടലിനോട് കുറച്ച് ചേർന്ന വേലിയേറ്റമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. വെള്ളം എപ്പോഴും കയറി ഇറങ്ങുന്ന സ്ഥലത്താണ് കുഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ആക്ഷൻ കുറവായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു 75-80% ഡീകമ്പോസ് ആയിട്ടുള്ളൂ. അതിൻ്റെ ബ്ലബറില്ലേ, ഈ വെയിലിൻ്റെ താഴെയുള്ള ആ ബ്ലബർ പോർഷനൊന്നും ഫുള്ളി ഡീകമ്പോസ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫ്ലഷിൽ നിന്ന് ഇത് വേർതിരിച്ചെടുത്തു. അതിനുശേഷം ഫിനോൾ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം സെവറൽ റൗണ്ട്സ് ഓഫ് ഡ്രൈയിങ് ആൻഡ് വാഷിങ്. ഇതിൻ്റെ കാരണം ഇതിനകത്ത് നിന്ന് ഈ മജ്ജ വെർട്ടിബ്രൽ ബോൺസിനകത്ത് നിന്ന് മജ്ജ പുറത്തേക്ക് വരും. ഈ മജ്ജ പുറത്തേക്ക് വരുന്ന കാരണം തന്നെ ഒരുപാട് തവണ ചൂടുവെള്ളത്തിലിട്ടിട്ട് എന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നോർമൽ വെയിലത്തിട്ട് കുറച്ച് ഉണക്കും, പിന്നെയും വാഷ് ചെയ്യും, ട്രീറ്റ് ചെയ്യും, വാഷ് ചെയ്യും. അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ചെയ്തു. പിന്നെ എൻ്റെ മുകളിലൊരു വാക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ടത്തേക്ക് മജ്ജ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനും എന്തെങ്കിലും ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്തേക്കാനും വേണ്ടിയിട്ട് ചെറിയൊരു വാക്സിങ്, ഒരു സ്പ്രേ പെയിൻറ്റ് പോലത്തെ സംഭവം വെച്ച് വാക്സ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ തിമിംഗല മാതൃകയാണിത്. ഇന്ത്യയിൽ കൊൽക്കത്തയിലാണ് സമാനമായ മറ്റൊന്നുള്ളത്. ഓരോ ഘട്ടങ്ങളിലായുള്ള പ്രക്രിയയ്ക്ക് ശേഷമാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നടന്നിരുന്ന സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് പോയ പോർഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ സീരീസൊക്കെ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കി നമ്മൾ ടോട്ടലി പോയ പോർഷൻസ് റീക്രിയേറ്റ് ചെയ്യുകയും ഡാമേജ് ഉള്ള പോർഷൻസ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. 4-5 മാസത്തെ കൃത്യമായ റിസർച്ചിന് ശേഷമാണ് ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആർട്ട് വർക്ക് അല്ല, ഇതൊരു ശരിക്കും ഒരു സയൻറ്റിഫിക് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല റിസർച്ചിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹാളിൽ ഘടിപ്പിച്ച സൗണ്ട് ബോക്സിലൂടെ തിമിംഗലത്തിന്റെ ശബ്ദവും മുഴങ്ങി കേൾക്കാം. ഒരു ഭാഗത്ത് കടൽ നിരീക്ഷിക്കുവാനുള്ള ഉപകരണങ്ങളെയും പരിചയപ്പെടുത്തുന്നു. കടൽ ദൃശ്യത്തിന്റെ വെർച്വൽ റിയാലിറ്റി കണ്ട കുട്ടികൾ പറയുന്നത് ഇങ്ങനെയാണ്. VR കണ്ടത് ഒരു വെള്ളമുള്ള സ്ഥലത്ത് ഡോൾഫിൻസ് കുറെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന പോലെയാണ് കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചുറ്റും വെള്ളം കണ്ടത്, പിന്നെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഡോൾഫിൻസുകൾ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കണത് കാണാൻ പറ്റും. കരയിൽ ഭക്ഷണം കുറഞ്ഞപ്പോൾ കടലിൽ ഇറങ്ങിയ സസ്തനികൾ പിന്നീട് പരിണാമം സംഭവിച്ച് തിമിംഗലം ആയെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. തിമിംഗലവും ഡോൾഫിനുമടങ്ങിയ കടൽ സസ്തനികളെക്കുറിച്ചുള്ള ഈ പ്രത്യേക പവലിയൻ കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.